നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മന്ത്രത്തെ പറ്റിയാണ്. സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിയുവാനും കൂട്ടുകാർ തമ്മിൽ പിരിയുവാനും ഈ മന്ത്രം ഉപയോഗിച്ചു വരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, കാമുകന്മാരെ ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായും സാധിക്കുന്നതാണ്. പക്ഷേ ഈ മന്ത്രം അതിനുവേണ്ടി ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ മറ്റൊരു വ്യക്തി തട്ടിയെടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ആ ബന്ധത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ മന്ത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നേർവഴിയിൽ പോകുന്ന ഒരു ബന്ധം പിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ മന്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവനാശമായിരിക്കും ഫലം. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബം നശിച്ച് വെണ്ണീറാകുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ ഉറ്റവരും നിങ്ങളുടെ രക്തബന്ധം അല്ലെങ്കിൽ മക്കളാവട്ടെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് ദുർമരണം സംഭവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തെറ്റായ ഒരു കാര്യത്തിനും ഈ മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സന്തോഷകരമായി മുമ്പോട്ട് പോകുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഇടയിൽ ഒരു ശത്രു അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്ന് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പിരിക്കുവാൻ ആ തേർഡ് പേഴ്സൺ കാരണമായി എന്നുണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സണും നിങ്ങളുടെ സുഹൃത്തും തമ്മിലുള്ള ബന്ധത്തെ പിരിക്കുവാനും അവരെ തമ്മിൽ തല്ലിക്കുവാൻ വേണ്ടിയും ഈ മന്ത്രം ഉപകാരപ്പെടുന്നതാണ്. നിങ്ങളുടെ ഭാഗത്ത് 100% ശരി ഉണ്ടെങ്കിൽ മാത്രം ഈ മന്ത്രപ്രയോഗം ചെയ്യുവാൻ തുനിഞ്ഞിറങ്ങുക. എല്ലാം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യുക. അത്രയ്ക്കും കഠിനമായ ഒരു മന്ത്രപ്രയോഗമാണിത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രപ്രയോഗത്തിലൂടെ എന്ത് തന്നെ നാശനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ സ്വയം സഹിക്കുവാൻ തയ്യാറായിക്കൊള്ളണം. നേരായി പോകുന്ന ഒരു ബന്ധം തകർന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തകരുന്ന വക്കിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട പരിഹാരം എന്താണ് എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ട രീതി എന്നുള്ളത് നോക്കാം. മന്ത്രജപത്തിനായി ഒരേ സ്ഥലം തിരഞ്ഞെടുക്കണം. അത് പൂജാമുറിയാണെങ്കിലും വീടിന് പുറത്താണെങ്കിലും ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കേണ്ടതാണ്. ഒരേ സ്ഥലത്തിരുന്ന് തെക്ക് ദിക്കിലോട്ട് തിരിഞ്ഞിരുന്ന് ഒരേ സമയത്താണ് മന്ത്രം ജപിക്കേണ്ടത്. അത് രാത്രിയാണേലും പകലാണേലും ഒരേ സമയം തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം തെറ്റി ചെയ്താലും ഒരേ സ്ഥലത്ത് നിങ്ങൾക്ക് ഇരിക്കുവാൻ സാധിച്ചില്ലെങ്കിലും മന്ത്രത്തിന് ഫലം കാണുവാൻ സാധിക്കുന്നതായിരിക്കുകയില്ല. മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ ഓം ഭിന്ന വിദ്വേഷണ ദേവതേ നമോ മന്ത്രയന്ത്ര തന്ത്ര പ്രയോഗ ദേവതേ ഹും ഫൾ ഓം ചെറുമൂദേവിയമ്മേ കാരടിക്കൂട്ടം ചെറുത്ത് മറുത്തും വന്നാകിലും തല്ലിക്കൊട്ടി ഭിന്നം ഭിന്നം പന്തീരുകാന്തം ദൂരെ പോക സ്വാഹ. മന്ത്രം ഒന്നുകൂടി നോക്കാം. ഓം നമോ ഭഗവതേ ഓം ഭിന്ന വിദ്വേഷണ ദേവത നമോ മന്ത്രയന്ത്ര തന്ത്ര പ്രയോഗ ദേവതേ ഹും ഫൾ ഓം ചെറുമൂദേവിയമ്മേ കാരടിക്കൂട്ടം ചെറുത്തു മറുത്തും വന്നാകിലും തല്ലിക്കൊട്ടി ഭിന്നം ഭിന്നം പന്തീരുകാന്തം ദൂരെ പോക സ്വാഹ. ഈ മന്ത്രം ചൊല്ലാനായി 64 കടുകുമണികൾ എണ്ണിത്തിട്ടപ്പെടുത്തി വയ്ക്കുക. ഒരേ സ്ഥലത്ത് ഒരേ സമയം തെക്ക് ദിക്കിലേക്ക് ദർശനമായി ഇരുന്ന് 64 ഉരു ജപിക്കണം. ഇത് 7 ദിവസം തുടരേണ്ടതാണ്. ഇടയ്ക്കൊരു ദിവസം മുടങ്ങിപ്പോയാൽ ആദ്യം തൊട്ട് 1 പറഞ്ഞ് തുടങ്ങേണ്ടതാണ്. ഓരോ ദിവസവും ജപം കഴിഞ്ഞ് കടുകുമണികൾ ഒരു ചെപ്പിൽ സൂക്ഷിക്കണം. 7-ാം നാൾ ജപം പൂർത്തിയാക്കി ഈ ഗായത്രി മന്ത്രം ജപിക്കണം. ഓം മന്ത്രരാജായ വിദ്മഹേ മഹാമന്ത്രായ ധീമഹി തന്നോ മന്ത്ര പ്രചോദയാൽ. യന്ത്രരാജായ വിദ്മഹേ മഹായന്ത്രായ ധീമഹി തന്നോ യന്ത്ര പ്രചോദയാൽ. തന്ത്രരാജായ വിദ്മഹേ മഹാതന്ത്രായ ധീമഹി തന്നോ തന്ത്ര പ്രചോദയാൽ.
എന്ന മന്ത്രയന്ത്ര തന്ത്ര ഗായത്രി ഒരു വട്ടം ചൊല്ലി കടുകിൽ ഊതിയ ശേഷം ആവശ്യം പറഞ്ഞ് കടുകുമണികൾ ചിതറിപ്പോകും വിധം നിലത്തേക്ക് എറിഞ്ഞു കളയുക. സ്നേഹിക്കുന്നവർ തമ്മിൽ തല്ലിപ്പിരിയും എന്നാണ് മന്ത്രവിധി. ഇത് വളരെ കഠിനമായ വിദ്വേഷണ മന്ത്രമായതിനാൽ ഭയമുള്ളവരും മന്ത്രം ജപിച്ച് ശീലമില്ലാത്തവരും ഈ മന്ത്രപ്രയോഗം ചെയ്യുവാൻ പാടുള്ളതല്ല. ഇത് വളരെ ശക്തിയേറിയ വിദ്വേഷണ മന്ത്രമായതിനാൽ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. 100% തിരിച്ചടി ഉറപ്പാണ്. നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തതിലും വലിയ തിരിച്ചടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത്. ചിലവർ വിചാരിക്കും എന്ത് തിരിച്ചടിയാണെങ്കിലും ഞാനത് സഹിച്ചോളാം എന്ന് വിചാരിച്ച് ഈ മന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ഒരു നാശത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ മന്ത്രം ഇവർ പ്രയോഗിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത വിധം സർവനാശമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ മന്ത്രം പ്രയോഗിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നുകൂടി ആലോചിക്കുന്നത് ഉത്തമമായിരിക്കും. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം പങ്കുവയ്ക്കുന്നതാണ്. ഒരിക്കലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ പറയുന്നതുമല്ല. ഇപ്പോൾ സ്നേഹിച്ചിരിക്കുന്നവർ തമ്മിൽ പെട്ടെന്നൊരു കലഹമുണ്ടായി ബന്ധം പിരിയുന്ന ഒരു വക്കിലോട്ട് എത്തുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആരോ നിങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള വിദ്വേഷണ മന്ത്രപ്രയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് പരിഹാരം പറഞ്ഞു തരാം. എല്ലാ മാസവും നാഗങ്ങൾക്ക് ആയില്യ പൂജ സമർപ്പിക്കുക. നിത്യവും സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ച് നാഗമന്ത്രം ജപിക്കുക. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയുമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാൻ ഇഷ്ടമുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ഗണപതിക്ക് തേങ്ങ അടിക്കുന്നതും നല്ലതാണ്. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഒന്നിച്ച് ദർശനം നടത്തി കരഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക. മഹാദേവന് നിങ്ങളുടെ 2 പേരുടെയും പേരിൽ കൂവളമാല സമർപ്പിക്കുക. നിങ്ങളുടെ പേരിൽ അടുപ്പിച്ച് 7 ആഴ്ച മഹാദേവന് അഘോര പുഷ്പാഞ്ജലി ചെയ്യുക. ഇത്രയും ചെയ്യുന്നതിലൂടെ നിങ്ങളെ തമ്മിൽ ആരെങ്കിലും പിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ശ്രമം പരാജയപ്പെടുകയും നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും നിങ്ങളുടെ ബന്ധത്തെ ഭഗവാൻ സംരക്ഷിക്കുകയും ചെയ്യും. ഒന്നുകൂടി പറയുകയാണ്, വിദ്വേഷണ മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ആലോചിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാതരം പ്രശ്നങ്ങൾക്കും കൃത്യമായി പരിഹാരം നിർദ്ദേശിക്കുന്നതുമായിരിക്കും. എന്ത് തരം പ്രശ്നങ്ങളായിക്കോട്ടെ, കുടുംബകലഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നം, കരിയർ സംബന്ധമായ പ്രശ്നം, വിദ്യാഭ്യാസ തടസ്സം, ഇതിനെല്ലാം കൃത്യമായി കാരണങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.